കേന്ദ്ര സർക്കാരിനെതിരെ ആക്രമണം തുടർന്ന് അലോക് വർമ്മ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സിബിഐ തലപ്പത്തെ പോരിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സിബിഐ ഡയറക്ടർ അലോക് വർമ്മ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ പക്ഷം പിടിക്കുന്നുവെന്ന് അലോക് വർമ്മ. അസ്താനയ്ക്കെതിരായ ആരോപണങ്ങൾ നീക്കണമെന്ന് CVC അംഗം KV ചൌധരി തന്റെ വസതിയിലെത്തി ആവശ്യപ്പെട്ടു. പരാമർശങ്ങൾ നീക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചൌധരി ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ. പുതിയ വെളിപ്പെടുത്തൽ അലോക് വർമ്മയ്ക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ CBI ഡയറക്ടർ ആസ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റിയ നടപടി ഏകപക്ഷീയമെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ. ഡയറക്ടറെ മാറ്റാൻ അധികാരപ്പെട്ട സമിതിയുടെ ഒരു യോഗം പോലും ചേരാതെയാണ് ആദ്യം വർമ്മയെ മാറ്റിയത്. പിന്നീട് സുപ്രീം കോടതി വിധി വന്നതിനു ശേഷം സമിതി യോഗം ചേർന്ന് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും ആവശ്യമായ രേഖകളൊന്നും പരിശോധിച്ച ശേഷമായിരുന്നില്ല ഈ നടപടിയെന്നും ഖാർഗെ. CVC റിപ്പോർട്ട് മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് നടപടിയെടുത്തത്. ജസ്റ്റിസ് പട്നായിക്കിന്റെ റിപ്പോർട്ട് പോലും പരിശോധിക്കാൻ സമിതിയിലെ മറ്റംഗങ്ങൾ തയ്യാറായില്ല എന്നും ഖാർഗെയുടെ വെളിപ്പെടുത്തൽ. CVC അന്വേഷണ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ജസ്റ്റിസ് പട്നായിക്കിനും ഇന്നലെ അലോക് വർമ്മയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ശബരിമല മകരവിളക്കിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് ഇന്നലെ പൂർത്തിയായി. ഇന്ന് ഉച്ചപൂജയ്ക്ക് മുന്നോടിയായുള്ള ബിംബശുദ്ധക്രിയ അടക്കമുള്ള പൂജകൾ സന്നിധാനത്ത് നടക്കും. തിരുവാഭരണ ഘോഷയാത്രയും പുരോഗമിക്കുന്നു. നാളെ വൈകിട്ട് തിരുവാഭരണം സന്നിധാനത്ത് എത്തിച്ചേരും. മകരവിളക്ക് ക്രമീകരണങ്ങളിൽ ഹൈക്കോടതി മേൽനോട്ട സമിതി ഇന്ന് അവസാനവട്ട വിലയിരുത്തലുകൾ നടത്തും. ദേവസ്വം ബോർഡും ഇന്ന് അവലോകന യോഗം ചേരും. സൗകര്യങ്ങൾ കുറവാണെന്ന വിമർശനം നിലനിൽക്കുമ്പോഴും പരമാവധി ഭക്തർക്ക് ദർശനമൊരുക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശന വിവാദത്തെ തുടർന്ന് പോലീസ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത് കനത്ത സുരക്ഷ. മകരവിളക്കിനായി 2275 പോലീസുകാരെ സന്നിധാനത്തും പരിസരത്തും നിയോഗിച്ചും പോലീസിന്റെ മുന്നൊരുക്കം. മുൻ വർഷത്തെ അപേക്ഷിച്ച് സന്നിധാനത്തും പരിസര പ്രദേശത്തും തിരക്ക് കുറവ്. മകരവിളക്കിന് സന്നിധാനത്ത് 3 ലക്ഷം തീർത്ഥാടകർ എത്തുമെന്ന പ്രതീക്ഷയിൽ ദേവസ്വം ബോർഡ്. കൈപിടിക്കാൻ കോൺഗ്രസ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒഴിവാക്കി SP-BSP സഖ്യം രൂപപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് കോൺഗ്രസ്. UP-യിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനം. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ലക്നൌവിൽ ഇന്ന് കോൺഗ്രസ് യോഗം ചേരും. പാർട്ടി തീരുമാനം സഖ്യത്തോട് കരുതലോടെ പ്രതികരിക്കാൻ. സഖ്യപ്രഖ്യാപനം നടന്നത് SP നേതാവ് അഖിലേഷ് യാദവും BSP നേതാവ് മായാവതിയും ഇന്നലെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയതോടെ. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് യോഗം ചേരുന്നത് ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിന്റെ നേതൃത്വത്തിൽ. ഇരു പാർട്ടികളുടെയും സഖ്യപ്രഖ്യാപനം വന്നതിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ രാജ് ബബ്ബറുമായി ഗുലാം നബി ആസാദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം BJP ഭയക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തേക്കാൾ കോൺഗ്രസ് ഇല്ലാത്ത ഇരു പാർട്ടികളുടെയും സഖ്യത്തെയെന്നും വിലയിരുത്തൽ. അതിനിടെ പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനടക്കമുള്ള പാർട്ടികളുമായി സഖ്യം സ്ഥാപിച്ച് നില മെച്ചപ്പെടുത്താനൊരുങ്ങി ഇടതു പാർട്ടികൾ. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് ധാരണ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസ് ഇടതു പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാളിൽ കോൺഗ്രസുമായും തമിഴ്നാട്ടിൽ DMK-യുമായും CPM സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP സഖ്യത്തിനും ബീഹാറിൽ RJD-യുമായും ഇടതു പാർട്ടികൾ സഖ്യ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ശരണം വിളിച്ച് രാഹുൽ. ശബരിമല യുവതീ പ്രവേശനത്തിൽ മലക്കം മറിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമെന്ന് രാഹുൽ ഗാന്ധി. ശബരിമല വിഷയത്തിൽ രണ്ടു ഭാഗങ്ങളും കേട്ടു. ഇരുഭാഗത്തും ന്യായമുണ്ട്. സ്ത്രീ സമത്വം തീർച്ചയായും വേണ്ട കാര്യമാണ്. കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ജനങ്ങളുടെ താൽപര്യത്തിനൊപ്പം പോകണമെന്നും രാഹുൽ. സുപ്രീം കോടതി വിധിയോട് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ രാഹുൽ വിഷയത്തിൽ ജനം തീരുമാനിക്കട്ടെ എന്നും ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കും. ശബരിമല വിഷയവുമായി കേരളത്തിലെ നേതാക്കളുമായി സംസാരിച്ചതിനു ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതെന്നും രാഹുലിന്റെ പ്രതികരണം. പരിഹാരമാകുന്ന പള്ളിത്തർക്കം. എറണാകുളം പഴന്തോട്ടം പള്ളിയിലെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ഓർത്തഡോക്സ് വിഭാഗത്തിന് പുതിയ പള്ളിയിലും യാക്കോബായ വിഭാഗത്തിന് പഴയ പള്ളിയിലും ആരാധന നടത്താൻ RDO നടത്തിയ ചർച്ചയിൽ തീരുമാനം. തർക്കത്തിൽ പരിഹാരമായതോടെ യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ പള്ളിക്ക് പുറത്ത് നടത്തിയ ഉപവാസ സമരം അവസാനിപ്പിച്ചു. യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം ഇന്നലെ പൂട്ടുപൊളിച്ച് കയറിയത് സുപ്രീം കോടതി വിധി മുന്നിൽ നിർത്തിക്കൊണ്ട്. ഓർത്തഡോക്സ് വികാരി മത്തായി ഇടനാളിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ പ്രാർത്ഥനയും നടത്തി. തുടർന്ന് യാക്കോബായ വിഭാഗം എത്തിയതോടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിലൂടെ കഴിഞ്ഞ ദിവസം അന്തരിച്ച യാക്കോബായ സഭാംഗത്തിന്റെ മൃതദേഹം സംസ്കാര ശുശ്രൂഷകൾക്കായി പള്ളിയിൽ കയറ്റാനും അനുവദിച്ചു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്ക് ശേഷം ടീന ചേരും. നമസ്കാരം.